നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ നാളെ അർജൻറ്റീന സ്പെയിനുമായിട്ട് ഏറ്റുമുട്ടുകയാണ്. അർജൻറ്റീന ടീമിൽ മാറ്റമുണ്ടാകുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. കോച്ച് സ്കലോനി കൃത്യമായിട്ട് ഒരു സ്ഥിരീകരണം നടത്തിയിട്ടില്ലെങ്കിലും ചില മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു. സ്കലോനി സാധാരണഗതിയിൽ മത്സര ദിവസമാണ് താരങ്ങളോട് 11 പറയാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പൂർണ്ണമായിട്ട് അങ്ങ് പ്രസ് കോൺഫറൻസിലൊന്നും പറയാറുമില്ല. പക്ഷേ ട്രെയിനിങ്ങും മറ്റുമൊക്കെ നിരീക്ഷിച്ചിട്ട് TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത് 2 മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. ഗോൺസാലോ മൊണ്ടിയിൽ ഇറങ്ങാനുള്ള സാധ്യത, നിക്കോ ഗോൺസാലസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത. ഇതാണിപ്പോൾ എടുത്തു പറയുന്ന കാര്യം. അതായത് ഇപ്പം നമുക്കറിയാം, നിക്കോ ഗോൺസാലസിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ വന്നിട്ട് കിടിലൻ പ്രകടനമാണ് നടത്തിയത്. അപ്പം മധ്യനിരയിൽ നിക്കോ ഗോൺസാലസിനെ ഇറക്കണമെങ്കിൽ ഒരാളെ ഒഴിവാക്കേണ്ടതുണ്ട്. ലിയാൻഡ്രോ പെരേഡസ് അദ്ദേഹം ഫിറ്റാണെങ്കിൽ എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. എൻസോ ഫെർണാണ്ടസും അലക്സിസ് മെക്കലിസ്റ്ററും ഗ്യാരണ്ടീഡ് സ്റ്റാർട്ടേഴ്സാണ്. പിന്നെ മാറ്റത്തിനുള്ള സാധ്യത ഹുലിയാനോ സിമിയോണിയുടേതാണ്. അപ്പം എന്തിനിപ്പോൾ സിമിയോണിയെ മാറ്റണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ലമീൻ യമാൽ, പെഡ്രോ പോറോ തുടങ്ങിയ താരങ്ങളെ കണ്ടെയ്ൻ ചെയ്യേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി, അതായത് ഈ ഒരു ഫോർമേഷനിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തി ഹുലിയാനോ സിമിയോണിക്ക് പകരം നിക്കോ ഗോൺസാലസിനെ ഇറക്കിയേക്കും എന്നാണ് അവരുടെ റിപ്പോർട്ടിലുള്ളത്. അതോടൊപ്പം തന്നെ റോദ്രിഗോ ഡിബോളും മടങ്ങി വരുമോ എന്ന ചില സംശയങ്ങളും അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഗോൺസാലോ മൊണ്ടിലിൻ്റെ കാര്യത്തിൽ നാഹുൽ മൊളീന ഒരു പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലേക്ക് പോയിട്ട് മൊണ്ടിയിൽ സ്റ്റാർട്ട് ചെയ്തേക്കും എന്നുള്ള വിവരമാണ് ഇപ്പോൾ അവർ പുറത്തുവിടുന്നത്. കാരണം മൊളിന അത്ര ബെസ്റ്റായിട്ടുള്ളൊരു പ്രകടനമല്ല ഇംഗ്ലണ്ടിനെതിരെ നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ആൻ്റണി ഗോർഡൻ്റെ ആ ഒരു ഗോൾ വന്ന ഘട്ടത്തിലൊക്കെ അദ്ദേഹം വളരെ വീക്കായിട്ടാണ് പെർഫോം ചെയ്തത്. ഒരു പക്ഷേ മൊണ്ടിയിൽ സ്റ്റാർട്ട് ചെയ്തേക്കും എന്നാണ് ഇപ്പോൾ അവർ നൽകുന്ന വിവരം. ഏതായാലും ഇക്കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. ഇന്നത്തെ ട്രെയിനിങ്ങിൻ്റെ വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു വ്യക്തത നാളെ രാവിലത്തോടു കൂടി നൽകാൻ പറ്റും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ നിലവിൽ സാധ്യമാകുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ഒരു പ്രോബിൾ ലൈനപ്പ് TYC സ്പോർട്സ് നൽകുന്നുണ്ട്. അതെങ്ങനെയാണ്? ഗോൾ കീപ്പറായിട്ട് എമിലിയാനോ മാർട്ടിനസ്, ഡിഫൻസിൽ മൊണ്ടിയിൽ ഇറങ്ങും. ഒരുപക്ഷെ മോളിനെ മാറ്റി മൊണ്ടിയിൽ സ്റ്റാർട്ട് ചെയ്തേക്കും. ദെൻ ക്രിസ്ത്യൻ റൊമേറോ, ലിസാൻഡ്രോ മാർട്ടിനസ്, നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ. മധ്യനിരയിൽ ഹുലിയാനോ സിമിയോണിയോ അല്ലെങ്കിൽ നിക്കോളാസ് ഗോൺസാലസോ. നിക്കോളാസ് ഗോൺസാലസിന് സാധ്യതയുണ്ട്. ഇവൻ റോഡ്രിഗോ ഡിബോൾ തിരിച്ചു വന്നേക്കാമെന്ന് പറയുന്നത്. ആ ഒരു പൊസിഷനിൽ നിക്കോളാസ് ഗോൺസാലസിന് ഒരു ചെറിയ എഡ്ജ് കാണുന്നു. ദെൻ എൻസോ ഫെർണാണ്ടസ്, ലിയാൻഡ്രോ പെരേഡസ്, അലക്സിസ് മെക്കലിസ്റ്റർ. മുന്നേറ്റത്തിൽ മാറ്റങ്ങളില്ല. ലിയോ മെസ്സിയും ഹുലിയൻ അൽവാരസും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.